തിക്കുറിശി എന്നത് ഇന്ന് നമുക്ക് ഒരു ഗ്രാമത്തിൻ്റെ പേരല്ല. തിക്കുറിശി എന്ന് കേൾക്കുമ്പോൾ മലയാള സിനിമയുടെ കാരണവസ്ഥാനം അലങ്കരിക്കുന്ന അതുല്യനായ കലാകാരനെ സുകുമാരൻ നായരെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം എത്തുന്നതിന് മുമ്പ് തന്നെ സ്വയം സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ച നടനായിരുന്നു തിക്കുറിശി സുകുമാരൻ നായർ. പ്രേം നസീറും സത്യനും ഒക്കെ ഇങ്ങനെ അരങ്ങ് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ താനാണ് സൂപ്പർ സ്റ്റാർ എന്ന് തിക്കുറിശി പ്രഖ്യാപിച്ചു. സർവകലാ വല്ലഭൻ എന്ന് വിശേഷിപ്പിക്കാവുന്നത് തിക്കുറിശിയെ ആയിരുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും അദ്ദേഹം കൈവച്ചു. നിരവധിയായ കലാകാരന്മാർക്ക് പ്രേം നസീർ ഉൾപ്പെടെ ആ പേരുകൾ നാമകരണ പ്രക്രിയ അതും തിക്കുറിശിയുടെ സംഭാവനയായിരുന്നു. തമിഴിൻ്റെ സമഗ്രമായ സ്വാധീനത്തിൽ നിന്ന്, ഒരു തരത്തിലുള്ള നീരാളിപ്പിടുത്തത്തിൽ നിന്ന് മലയാളത്തെ മോചിപ്പിച്ച് മലയാളത്തിന് സ്വന്തമായ ശൈലിയും സ്വന്തമായ വഴിയും സ്വന്തമായ ഭാവിയും ഭാവനയും സൗന്ദര്യവും ഒക്കെ ഉണ്ട് എന്ന് തെളിയിച്ചത് തിക്കുറിശിയായിരുന്നു. അദ്ദേഹം 1997 അന്തരിച്ചു. മലയാള ചലച്ചിത്ര ശാഖയിലെ കാരണവരായിരുന്ന തിക്കുറിശി സുകുമാരൻ നായർ 1997 അന്തരിച്ചു. തമിഴ് ചലച്ചിത്ര പാരമ്പര്യത്തിൻ്റെ വാർപ്പ് മാതൃകയായി സൃഷ്ടിക്കപ്പെട്ടിരുന്ന മലയാള ചിത്രങ്ങൾ സ്വന്തമായ അസ്തിത്വം തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് തിക്കുറിശിയുടെ വരവോടെയാണ്. തമിഴ് ഭാഗവതന്മാരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മലയാള നാടകങ്ങളെ മുക്തമാക്കി മലയാളത്തിൻ്റെ ചൂടും ചൂരുമുള്ളതാക്കി അതിനെ വളർത്തിയെടുക്കുന്നതിൽ താൻ അനുവർത്തിച്ച അതേ രീതി തന്നെയാണ് ഇദ്ദേഹം മലയാള ചലച്ചിത്രത്തിലും നടപ്പിലാക്കിയത്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മാർത്താണ്ഡത്തിനടുത്തുള്ള തിക്കുറിശി ഗ്രാമത്തിൽ 1916 ഒക്ടോബർ 16 സുകുമാരൻ നായരുടെ ജനനം. പഠനത്തിനേക്കാൾ കവിതാരചനയിലായിരുന്നു ഇദ്ദേഹത്തിന് കമ്പം. നിമിഷ കവിതകൾ എഴുതി സുഹൃത്തുക്കളെയും അധ്യാപകരെയും ഒക്കെ അത്ഭുതപ്പെടുത്തിയ തിക്കുറിശി സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് നാടകരചനയിലേക്ക് തിരിഞ്ഞു. അരങ്ങിലെത്തുന്ന നായക കഥാപാത്രം തമിഴ് ഭാഗവതന്മാരെ പാടിത്തോൽപ്പിച്ച ശേഷം വേണം നാടകം അവതരിപ്പിക്കാൻ എന്ന പതിവ് ചിട്ടവട്ടങ്ങൾ തിക്കുറിശിയുടെ വരവോടെ കാലഹരണപ്പെട്ടു. ചരിത്രത്തെയും ഇതിഹാസത്തെയും പ്രമേയമാക്കി സൃഷ്ടിക്കപ്പെടുന്ന രാജാപ്പാട്ട് വേഷങ്ങളെ നാടകവേദിയിൽ നിന്ന് പുറത്താക്കിയ തിക്കുറിശി സാമൂഹ്യ പ്രശ്നങ്ങളെ നാടകമാക്കി അവതരിപ്പിക്കുന്നതിലാണ് ശ്രദ്ധ വച്ചത്. തിക്കുറിശി എഴുതി രംഗത്തെത്തിച്ച സ്ത്രീ, ബ്രഹ്മചാരി, മാതൃക, ശരിയോ തെറ്റോ തുടങ്ങിയ നാടകങ്ങൾ മലയാള നാടകം ആധുനിക മലയാള മുഖം നേടുന്നതിൻ്റെ അറിവടയാളങ്ങളായിരുന്നു. സ്വന്തം നാടകമായ സ്ത്രീ ചലച്ചിത്രമായി രൂപാന്തരപ്പെട്ടപ്പോൾ അതിൽ നായകനായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടാണ് തിക്കുറിശി വെള്ളിത്തിരയിലെത്തുന്നത്. 1950 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി ഗാനങ്ങളും സംഭാഷണവും എല്ലാം ഒരുക്കിയത് ഇദ്ദേഹം തന്നെയായിരുന്നു. തൊട്ടടുത്ത വർഷം മലയാള ചലച്ചിത്രങ്ങളുടെ ഒരു നാഴികക്കല്ലായി മാറിയ ജീവിത നൗക പുറത്തിറങ്ങി. മുതുകുളം രാഘവൻ പിള്ള തിരക്കഥയും സംഭാഷണവും എഴുതി വെമ്പു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നായകവേഷം അവതരിപ്പിച്ചത് തിക്കുറിശിയാണ്. BS സരോജയായിരുന്നു ജീവിത നൗകയിലെ നായിക. ഓണപ്പാട്ട് പാടിയും കോലം തുള്ളിയും കാലയാപനം കഴിച്ചിരുന്ന കേശവക്കണിയാരുടെ മകൾ ലക്ഷ്മിയുടെ ജീവിത നൗക ദാരിദ്ര്യത്തിൻ്റെയും സാമൂഹിക വിലക്കുകളുടെയും കാറും കോളും അതിജീവിച്ച് സുരക്ഷിത തീരമണയുന്ന കഥ മലയാളി ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി. ജീവിത നൗകയുടെ പ്രദർശന വിജയത്തോടെ തിക്കുറിശി സുകുമാരൻ നായർ മലയാളത്തിലെ ആദ്യ സൂപ്പർ സ്റ്റാറായി അവരോധിക്കപ്പെട്ടു. 1953 തൻ്റെ നാടകമായ ശരിയോ തെറ്റോ ഇദ്ദേഹം ചലച്ചിത്രമാക്കി പരുവപ്പെടുത്തി. ഈ ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചതും ചിത്രം സംവിധാനം ചെയ്തതും തിക്കുറിശി തന്നെ. 1928 മുതൽ 1951 വരെ 13 ചിത്രങ്ങൾ മാത്രമാണ് പുറത്തു വന്നതെങ്കിൽ ജീവിത നൗകയുടെ വിജയം ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ വ്യവസായികളെ പ്രേരിപ്പിച്ചു. മലയാള ചലച്ചിത്രങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായി. 50കളിലും 60കളിലും അഭിനയത്തോടൊപ്പം ചലച്ചിത്ര സംവിധാനത്തിലും തിക്കുറിശി സുകുമാരൻ നായർ തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചു. അച്ഛൻ്റെ ഭാര്യ, പൂജാപുഷ്പം, നഴ്സ്, പളുങ്കുപാത്രം തുടങ്ങിയ ചിത്രങ്ങൾ തിക്കുറിശി സംവിധാനം നിർവഹിച്ചവയാണ്. 1972 മായ എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് തിക്കുറിശിക്ക് ഏറ്റവും മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിച്ചു. മായയിൽ ഒരു സഹനടൻ്റെ വേഷം മാത്രമായിരുന്നു ഇദ്ദേഹം നിർവഹിച്ചതെന്നറിയുമ്പോഴാണ് ഈ പുരസ്കാരത്തിൻ്റെ മാറ്റ് ബോധ്യമാവുക. 1973 രാജ്യം ഈ പ്രതിഭയെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഉമ്മ എന്ന ചിത്രത്തിലെ അബൂബക്കർ ഹാജി, ഹരിശ്ചന്ദ്രനിലെ ഹരിശ്ചന്ദ്രൻ,
അമ്മ എന്ന ചിത്രത്തിലെ വേണു തുടങ്ങി നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ ഇദ്ദേഹം ഒരു കാലഘട്ടത്തിൽ തിരക്കഥാകൃത്തെന്ന നിലയിലും തിളങ്ങി. ശബരിമല ശ്രീ അയ്യപ്പൻ, മുതലാളി, ആന വളർത്തിയ വാനമ്പാടി തുടങ്ങിയ നിരവധി ചിത്രങ്ങളുടെ തിരക്കഥയും സംഭാഷണവും തിക്കുറിശ്ശിയുടേതായിരുന്നു. ദ്രുതകവനത്തിൽ തിക്കുറിശ്ശിക്കുണ്ടായിരുന്ന പ്രാവീണ്യം ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന നിലയിലും തിളങ്ങാൻ തിക്കുറിശ്ശി സുകുമാരൻ നായരെ സഹായിച്ചു. പ്രണയവും ശൃംഗാരവും കലർന്ന കാർകൂന്തൽ കെട്ടിലെന്തിന് വാസനത്തൈലം എന്ന് തുടങ്ങിയ ഗാനം ഉൾപ്പെടെ 100-ലേറെ ചലച്ചിത്ര ഗാനങ്ങൾ തിക്കുറിശ്ശി മലയാളത്തിന് സംഭാവന ചെയ്തു. ശൃംഗാര ഗാനങ്ങൾ പോലെ തന്നെ അതിശൃംഗാരവും അശ്ലീലം കലർന്ന ഗാനങ്ങളും നിമിഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കുന്നതിലും ഇദ്ദേഹം ഒട്ടും പിന്നിലായിരുന്നില്ല. അതിശൃംഗാര കവനങ്ങൾ കൊണ്ട് ചലച്ചിത്ര നിർമ്മാണ വേളകളിൽ തിക്കുറിശ്ശി തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു രസച്ചരട് സൃഷ്ടിക്കുമായിരുന്നത്രേ. മലയാള ചലച്ചിത്രത്തിലെ പല പ്രമുഖർക്കും രാശിയുള്ള പേര് ചൊല്ലി വിളിച്ചത് തിക്കുറിശ്ശിയാണ്. അബ്ദുൽ ഖാദറിനെ പ്രേം നസീറാക്കിയ തിക്കുറിശ്ശിയാണ് ബഹദൂർ, പ്രിയദർശൻ, ജോസ് പ്രകാശ് എന്നീ പേരുകൾ മലയാള ചലച്ചിത്ര ഭൂമികയിലേക്ക് കൊണ്ടുവന്നത്. 1980-കളിൽ മോഹൻലാൽ ചിത്രങ്ങളിലെ സ്ഥിരം വൃത്തവേഷമായാണ് ഇദ്ദേഹം വെള്ളിത്തിരയിലെത്തിയത്. ആര്യൻ, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു, ആവനാഴി, വരവേൽപ്പ്, ഹിസ് ഹൈനസ് അബ്ദുള്ള, ഓട്ടോ, വെള്ളാനകളുടെ നാട്, അദ്വൈതം തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. 1997-ൽ പുറത്തിറങ്ങിയ ജനാധിപത്യമായിരുന്നു തിക്കുറിശ്ശിയുടെ അവസാന ചിത്രം. അകാലത്തിൽ അന്തരിച്ച മകൾ കനകശ്രീയുടെ ഓർമ്മയ്ക്കായി തിക്കുറിശ്ശി ഏർപ്പെടുത്തിയ അവാർഡാണ് കേരള സാഹിത്യ അക്കാദമി യുവ കവികൾക്ക് നൽകുന്ന കനകശ്രീ പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ആദ്യ പ്രേംനസീർ പുരസ്കാരം, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ദാനിയൽ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കിയ തിക്കുറിശ്ശി സുകുമാരൻ നായർ 1997 മാർച്ച് 11-ന് അന്തരിച്ചു. ഒരു നടൻ സൂപ്പർ സ്റ്റാർ ആകുന്നത് എപ്പോഴൊന്നും എങ്ങനെയെന്നോ പറയാൻ കഴിയില്ല. തിക്കുറിശ്ശി അദ്ദേഹം അവകാശപ്പെട്ടതുപോലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നുവോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചിത്രം ജീവിത നൗക, അത് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. ആ ചിത്രം നേടിയ വമ്പിച്ച സാമ്പത്തിക വിജയമാണ് ഈ മേഖലയിൽ പണം മുടക്കാൻ പലരെയും പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് മലയാള സിനിമയുടെ വ്യാവസായികമായ അടിത്തറയും അസ്ഥിവാരവും ഭദ്രമായത്. ആ രീതിയിൽ മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ മലയാളത്തിന് മലയാള തനിമ മാത്രമല്ല, മലയാള സിനിമ വ്യവസായത്തിന് ഭദ്രമായ അടിത്തറയും നൽകിയ സമുന്നതനായ കലാകാരൻ എന്ന നിലയിൽ തിക്കുറിശ്ശി